അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗൈസ് ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പുതിയ ഒരു മെമ്പർ കൂടി വരാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി മെമ്പർ ഉണ്ടാകുന്ന ആളെ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇനി പുതിയൊരു മെമ്പർ ആണല്ലോ. അപ്പോൾ ആ ഒരു മെമ്പറിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഉമ്മ ഉണ്ട്, സിനു ഉണ്ട്, അല്ലനുണ്ട്, ഐബക്ക ഉണ്ട്, പിന്നെ അലേഹയുണ്ട്, പിന്നെ താഹിറും നൗഷാദൊക്കെ ഉണ്ട്, പിന്നെ സിനുവിൻ്റെ ഒരു കസിനും ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. അത് എങ്ങനെ പോയാലും നേരം വഴുകുമല്ലോ. അപ്പോൾ ഉച്ചക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു പുതിയ വണ്ടി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം. സസ്പെൻസ് എന്നല്ല, അവിടെ പോയിട്ട് ഡയറക്റ്റ് കാണിച്ചുതരാം. ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അച്ചീവ്മെൻറ്റ്സും ഓരോ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ചെറിയൊരു ജീവിതമാണ്. അപ്പോൾ നമ്മളെന്താണോ ആഗ്രഹിച്ചു വെച്ചാൽ അത് ഒരു ദിവസമെങ്കിലും നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. അപ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിക്കാൻ പറ്റണമെന്ന് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമല്ല ഉണ്ടാവുക. എൻ്റെ ആഗ്രഹക്കാർക്ക് തന്നെയാണ് കേട്ടോ. നമ്മുടെ ആഗ്രഹമൊക്കെ തന്നെയാണ്. ഒരു ദിവസം എന്താണ് അങ്ങനെ ഒക്കെ പോയി നല്ലൊരു വണ്ടിയിലും നല്ലൊരു വീട്ടിലും നമ്മൾ ആഗ്രഹിച്ച പോലെ വില നോക്കാതെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുക, അങ്ങനത്തെ കൊച്ചു ആഗ്രഹങ്ങളില്ലേ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇത് പറയുമ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ട് മാറും. പക്ഷേ ഈ ഒരു ആഗ്രഹമൊക്കെ ഒരു നിമിഷമെങ്കിലും എല്ലാവരും അതുപോലെ ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടാവും. ബുദ്ധിയുള്ള ആൾക്കാർ എന്തായാലും അതൊക്കെ ആലോചിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാൻ പോണ വിശേഷത്തിലോട്ട് കിടക്കാം. വണ്ടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം. നമ്മൾ പോകുന്നത് പെരിന്തൽമണ്ണയിലോട്ടാണ്. നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചിക്കണോ? ഇല്ലേ? നടക്കി ഗൈസ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇനി നമ്മളെ നൗഷാദക്ക് കുറച്ച് ദൂരം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൗഷാദക്കും തായറും ഓല വണ്ടിയിൽ വരും. ഈ വണ്ടി കൊണ്ടുപോകാൻ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. മൊത്തത്തിലൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടാട്ടോ ഈ പോക്ക്, അല്ലേ? അലേഹ വിളിക്കാം. എല്ലാവരും ബ്ലാക്കും ഇട്ടിട്ടാട്ടോ പോകുന്നത് ഗൈസ്. ഞാൻ ബ്ലാക്കാണ്, അലേഹ ബ്ലാക്കാണ്. പക്ഷെ സിനുവിൻ്റെ തട്ട മാത്രം മാറിയിട്ടുണ്ട്, അല്ലേ? പനിയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. കുറേ ദിവസമായിട്ട് നമ്മളിതിങ്ങനെ നീട്ടി വെച്ചെടുക്കായിരുന്നു വണ്ടി. അതിൻ്റെ ഇടയിലാണ് അവിടെ കൊല്ലത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും നീട്ടണില്ല. ഓക്കെ, നമ്മൾ ഒരാളെ കൂട്ടാൻ വേണ്ടി പോവാണ്. ജയന്റെ ലുക്കിലാട്ടോ വരുന്ന ആള്. ആരാപ്പത്? സിനു പറയാ ഞാനാണോ വണ്ടി എടുക്കണത് അതോ നിങ്ങളാണോ വണ്ടി എടുക്കണെന്ന്? നൗഷാദ് വണ്ടി ഓൾറെഡി എടുത്ത് കഴിഞ്ഞിക്കണ്, അല്ലേ? വണ്ടി എടുത്തോ? അതാ പേടി മാറിയോ? ആകെ നിങ്ങളെ പറഞ്ഞ പേരും പറഞ്ഞ ചോറ് കൊടുത്തിരുന്നു. അപ്പൊ പേടി മാറിയോ? മറ്റാൾക്ക് നോക്കാം. താഹിർ എത്തിയിട്ടുണ്ട്. താഹിർ ഏതാ വണ്ടി എടുക്കുന്നത് നമ്മള്? ലാൻഡ് ക്രൈസറോ? മോനെ അതെ, നിജു എത്തിയിട്ടുണ്ട്. നിജു ഏതാ വണ്ടി എടുക്കുന്നത്? ഈ എല്ലാരും ഇത് പറയണേ. അഞ്ച് ഫോൺ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ലാൻഡ് ക്രൈസറോ എങ്ങനെയുള്ളത് എന്നറിയാം. നമുക്ക് ഏതാ വണ്ടി ഗൈസ്? നമുക്ക് ഉമ്മയൊക്കെ ഇവിടെ എത്തിയിട്ട് എന്തെങ്കിലും കുടിക്കണേ? ചായ ബിസ്ക്കറ്റോ? പനി എന്നാളൊക്കെ ചായ ബിസ്ക്കറ്റുമാണ്. അല്ലെങ്കിൽ എന്താ ഫ്രൂട്ടിയോ? ചോനെ കായ് മുതലാക്കാനാണല്ലേ ഗൈസ്. അപ്പൊ നമ്മളെ വണ്ടിയുടെ ഇനി എന്തോ ഒപ്പിടാനൊക്കെ ഉണ്ടത്രേ. കുറച്ച് ഒപ്പിടട്ടെ ഗൈസ്. ഫുള്ള് എവിടെ ഇതിലൊക്കെ ഒപ്പിടാനുള്ള അത് നമ്മൾ വലുതാകുമ്പോൾ നമ്മള് ദേശ വ്യത്യാസമാണോ? നമ്മള് കഴിച്ചിരുന്ന വ്യത്യാസമില്ല കൂടുതൽ. എനിക്ക് തരരുതോ? എനിക്ക് തരരുത്. ആദ്യം അലയപ്പെടുത്തണം. ഉമ്മ ഞങ്ങൾക്ക് ഡയറ്റില്ലല്ലോ. നമുക്ക് ഡയറ്റ് ഇല്ല, അതുകൊണ്ട് ഡയറ്റിലാണ്, അതുകൊണ്ട് കേക്ക് ഇങ്ങനില്ല. എല്ലാരും പ്രതീക്ഷ നിൽക്കുന്നത്
ഈ വണ്ടിയുടെ വില എത്ര നിങ്ങൾക്ക്? എത്ര 2 കോടി. എത്ര ആകെ പറഞ്ഞ്? 2 കോടിയാ? 2 കോടിയല്ല, 2.75 കോടി. ഇതിന്റെ വില എത്ര സിനോ? 2.75 കോടി. അപ്പൊ നമ്മൾ എടുക്കണ വണ്ടി 2.75 കോടിന്റെ വണ്ടിയല്ല. ഇതൊക്കെ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്താ ഉണ്ടാവുക? അൽഹംദുലില്ലാ, നമ്മക്ക് അൽഹംദുലില്ലാ. പക്ഷെ ബാക്കിയുള്ളവർ നെഞ്ഞു പൊട്ടി മരിക്കോ? അതൊക്കെ കിട്ടും. അതിനാണ് ടയറിന്ന് ഒന്ന് മാറുന്നതാണ് മറ്റു പറഞ്ഞ മാതിരി. പക്ഷെ പെട്രോൾ അടിക്കണമെങ്കിൽ എത്ര ഉണ്ടാവും? സ്വന്തമായിട്ടൊരു പമ്പും കൂടെ വേണം അത് കൊണ്ടുനടക്കണം. പക്ഷെ ഗൾഫ് നാട്ടിലൊക്കെ അറബികൾ കൊണ്ടുനടക്കുന്ന വണ്ടിയാണിത്. പെട്രോളിന് വില ഇല്ലെങ്കിലും ഇവിടെ നാട്ടിലൊക്കെ കൊണ്ടുനടക്കുന്നുണ്ട്. എന്നാലും ഇതിന്റെ ഉള്ളിലൊന്നുമില്ലടാ. വർഷത്തില് 2 വണ്ടിയൊക്കെ അല്ലേ സെയില്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡെലിവറി നോക്കാല്ലേ? സെറ്റാക്കല്ലേ? എന്നാ പോരി. ഇത് തുണി പൊക്ക അല്ല, തുണി പൊക്ക. വാ, തുണി പൊക്ക. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ സസ്പെൻസ് ഉള്ളത്. കാണാം നമുക്ക്. അൽഹംദുലില്ലാ, ഇനി നമ്മുടെ വണ്ടിയുടെ ഡെലിവറിയാണ്. അപ്പോൾ ഏതാ വണ്ടി എന്നുള്ളതൊക്കെ കണ്ടോളി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാമുക്കും യൂട്യൂബിലേക്കൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം എല്ലാവരും ബ്ലാക്കൊക്കെ ഇട്ട് നമ്മുടെ വണ്ടി റിവീൽ ചെയ്യാൻ പോകുന്ന സംഭവമാണ്. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ടൊയോട്ടൻ്റെ അർബൻ കുറൈസർ ഹൈറൈഡർ വണ്ടിയാണ്. ഫുൾ ബ്ലാക്കാണ്, മൊത്തത്തിൽ ബ്ലാക്കാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അപ്പോഴേക്കും ഒരു ഉമ്മയൊക്കെ വെച്ചിങ്ങനെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്, സ്വന്തമായിട്ടൊരു വാഹനം, അതൊക്കെ എല്ലാവരും ഒരു ആഗ്രഹമല്ലേ. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എനിക്ക് കിട്ടുന്ന, സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ പലതും നടന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ വളർച്ചകളൊക്കെ എല്ലാവരും കൂടെ നിന്ന് കണ്ട ആൾക്കാരാണ്. എൻ്റെ ഓരോ സംഭവങ്ങളും, പിന്നെ വീടാണെന്നുണ്ടെങ്കിലും കാറാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ 2ാമത്തെ കാറാണ്, ആദ്യത്തെ കാറ് കിട്ടും. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ ഹാപ്പിയാണ്. എൻ്റെ ഡൈസ് വണ്ടിന്റെ പേപ്പേഴ്സ് കാര്യങ്ങൾ അല്ല, കാർ കോപ്പിയുള്ള പേപ്പർ മാത്രമേ ഉണ്ട്. നമുക്ക് വണ്ടി ഡെലിവറി എടുത്തു ഗൈസ്. ഫൈനലി നമ്മളുടെ വണ്ടിയുടെ റിവീലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇത്ര കാലം നമ്മൾ സുസൂക്കിയാണ് ഓടിച്ചത്. ഇനി നമ്മൾ ടൊയോട്ട ഹൈറൈഡർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, അതായത് ഫുള്ള് ബ്ലാക്കിലോട്ട് ഞാനിത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം മിഡ് നൈറ്റ് എഡിഷനിലോട്ട് മാറ്റിയെടുക്കുകയാണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ ഫുൾ അപ്ഡേറ്റ് ഞാൻ ഇൻഷാ അല്ലാഹ് വീട്ടിലെത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും നമ്മുടെ ഫോളോവേഴ്സ് കാണലുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം വെറും ഒരു കൂലിപ്പണിക്കാരനായി മാത്രം സ്വപ്നം കണ്ട സാധനങ്ങളും എല്ലാം ഇന്ന് സ്വന്തമാക്കുമ്പോൾ അതിലേറെ എന്താ പറയുക, ഈ ഒരു ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റ്സിലൊക്കെ നമുക്ക് നമ്മൾ ഒപ്പം നടന്ന ആൾക്കാരൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷം കേട്ടോ. എസ്പെഷ്യലി ഞാൻ പറയാച്ച നമ്മൾ ഉപ്പയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു വണ്ടി ഉണ്ടാവാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ ഇപ്പോഴുള്ള കാലത്ത് നമുക്ക് വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി കാണാൻ ഉപ്പ നമ്മളെ കൂടെ അല്ല. എന്തായാലും ആ താക്കോല് വാങ്ങിയത് ഉമ്മയാണ്. പക്ഷേ വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മകളോട് ചോദിച്ചോക്കെ വണ്ടി എങ്ങനെയുണ്ട്? നിങ്ങൾ ഏത് കളറാന്ന് വിചാരിച്ചേ? അങ്ങനത്തെയാണ്. അങ്ങനെ കണക്ക് ഇഷ്ടപ്പെട്ട കളറ്, ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്കാണ്. അതുകൊണ്ട് വണ്ടി ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ? വേറെ വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഓക്കെ. എവിടെ അലേഹ? എവിടെ? ഇങ്ങോട്ട് കൊണ്ടുപോവാ. പോരെ. ഇന്ന് നമ്മളെ വണ്ടി എടുക്കലോട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന വണ്ടി ഗൈസ് ഇതാണ്. ഞാനും കയറുന്നു.
ക്ലാസ് അത് ഡോറടിച്ച് പോകണുണ്ടാവും തിരക്കൊടിച്ച് പോവാ ഞങ്ങളൊരു ട്രിപ്പൊക്കെ അടിച്ചു വരാൻ എന്താ പറയാനല്ല ഈ മൊമെന്റിൽ അടിപൊളി. ഈ ഒരു മൊമെന്റിൽ എന്താണ് പറയണ്ട ഈ ഒരു മൊമെന്റിൽ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ലോണം ആഗ്രഹിക്കുക, നല്ലോണം പരിശ്രമിക്കുക. എന്നെങ്കിലും ഒരു ദിവസം അങ്ങനെയല്ല, നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. ഒരു ദിവസം ഇന്നൊരു ദിവസം നമുക്ക് ചെറിയ ലൈഫുള്ളൂ നമ്മുടെ. അതായത് നമ്മൾ പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് അടിക്കരുത്. ഇന്നെ കൊണ്ട് അത് പറ്റിയില്ല. നമ്മളത് പരിശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഒഴിവാക്കുക, ചെയ്യാതിരിക്കരുത്. നമ്മളെ കൊണ്ട് മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. സന്തോഷം, ആഗ്രഹങ്ങൾ വെക്കുക, ആഗ്രഹത്തിന്റെ മേലെ ജീവിക്കുക. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റും. ക്ഷമ മസ്റ്റാണ്. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ നേരെ എത്തിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനാണ്. ഇന്ന് വണ്ടി എടുത്ത ചെലവാണ്. അപ്പൊ അൽഫാം ഉണ്ട്, ഞങ്ങൾക്ക് ചവായ കിട്ടിയില്ല. ഇവിടെ ബ്രോസ്റ്റ്, ഉമ്മാക്ക് ബീഫ് ബിരിയാണി, നൗഷാക്ക് നിജു എന്താ ബ്രോസ്റ്റോ? ബ്രോസ്റ്റ്, അലേക്ക് ഐസ്ക്രീം. അങ്ങനെ ഗൈസ്, നമ്മളുടെ പുതിയ കാറുമായി നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് അല്ലേ? യെസ്. അങ്ങനെ നമ്മൾ നമ്മുടെ കാർ പോർച്ചിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. കയറിയില്ലേ? കയറിയില്ലേ? കയറി. യെസ്. ഓക്കെ, നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ പോർച്ചിൽ നമ്മുടെ വണ്ടി എത്തി. ഈ വണ്ടിയുടെ ഫുൾ അപ്ഡേറ്റും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാരണം നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.